കേട്ടില്ലേ കണ്ണൂരുള്ള ദിവ്യ ഗുണ്ടേച്ചി അഴിമതിന്ന് കേട്ടപ്പോ വാ പൊത്തിയോടി. ആഹാ, കേട്ടില്ലേ കണ്ണൂരുള്ള കണ്ണൂരുള്ള കുഴപ്പം പഞ്ചായത്ത് തലയിൽ ചുമക്കുന്ന ചേച്ചിക്ക് എന്താ കുഴപ്പം? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ എന്റെ കുടുംബക്കാരെയും പറഞ്ഞാണ്ടല്ലോ കേസ് എടുപ്പിക്കുവാടാ, ഞാൻ കേസ് എടുപ്പിക്കും. എന്നിട്ട് എന്തിട്ടാ കേസ് കൊടുക്കാത്തത്? ഇടയ്ക്ക് ഒരാൾ വന്ന് എന്തൊക്കെയോ കേസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് അതെ ചേച്ചിക്കെതിരെ നിർഗളം ചേച്ചിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ കെട്ടഴിച്ചിട്ടും എന്തേ ചേച്ചി വായും പൊത്തിയിരിക്കുന്നു? ഇന്നിപ്പോ മുഹമ്മദ് ഷമാസ് വീണ്ടും രംഗത്ത് വന്ന് ദിവ്യേച്ചിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾ എനിക്കെതിരെ ഉണ്ടാക്കുന്നില്ല? എന്താണ് ഉണ്ടാക്കാത്തത്? അത് ഞങ്ങൾ ഒരിക്കൽ ഒരു കാര്യം പറയുള്ളൂ, നിയമ നടപടി ഈ വ്യക്തിക്കെതിരെ സ്വീകരിക്കുന്ന ചേച്ചി പറഞ്ഞു. എന്നിട്ട് നിയമ നടപടി സ്വീകരിച്ചില്ല, അതാണ് മുഹമ്മദ് ഷമാസ് ചോദിക്കുന്നത്. അത് പിന്നെ സമയം ആരോപണം അല്ലല്ലോ ഉന്നയിച്ചു വിട്ടത്. അത് മറ്റു കേസിൽ ബിനാമി ഇടപാടുകൾ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. എന്നിട്ട് നിയമപരമായിട്ട് നിങ്ങൾ നേരിട്ടതായിട്ട് അറിവില്ല. എവിടെയെങ്കിലും കൊണ്ടൊരു പരാതി കൊടുത്തതായിട്ടോ മുഹമ്മദ് ഷമാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായിട്ടോ ഒന്നുമില്ല. ചേച്ചിനെ പറ്റി പറയാം, ആഭ്യന്തരം നിങ്ങളുടെ കൈകളിലാണല്ലോ. സ്കൂളുകളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപക അഴിമതി ചേച്ചി നടത്തിയെന്നു പറയണത്. എങ്ങനെ പറയാതിരിക്കും? പറയണത് ഇങ്ങനെയൊക്കെ പറയാമോ? പഞ്ചായത്ത് മുഴുവൻ തലയിൽ ചുമക്കുകയായിരുന്നില്ലേ? എന്നിട്ട് അന്വേഷണം വേണമെന്ന് പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് ഇനി ഉണ്ടെന്ന് ചേച്ചിക്കെതിരെ പറയാ ഷമാസ് പറയണത്. ഞങ്ങളെ നിയമപരമായിട്ട് നേരിടും. എടാ, നാണമില്ലേടോ? അവൻ തുടരെ വന്ന് നിന്നിട്ട് ഈ നിങ്ങളുടെ KSU നേതാവ് നിരന്തരം വന്ന് വെല്ലുവിളിച്ചിട്ട് ഞാൻ പരാതി കൊടുക്കും എന്ന് പറഞ്ഞതല്ലാതെ ചേച്ചി എന്തേ പരാതി കൊടുക്കുന്നില്ല? ഓൻ വീണ്ടും ചോദിക്കുന്ന എന്തേ ചേച്ചി എനിക്കെതിരെ പരാതി കൊടുക്കുന്നില്ല? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേച്ചിയെ? ഉണ്ടോ ചേച്ചിയെ? ചേച്ചിയെ പറയല്ലേ അഴിമതിയുടെ 1 രൂപമാണെന്ന്. പിന്നെ എങ്ങനെ പറയാതിരിക്കും? കണ്ടാലും തോന്നും ചേച്ചിയുടെ 1 രൂപം എന്ന്. ആ ഷമ്മാസ് പറയണ ചേച്ചി പെരുങ്കള്ളിയാണ്. അതിനപ്പുറത്ത് വല്ല വാക്കുണ്ടെങ്കിൽ അതാണ് പറയേണ്ടിയിരുന്നത്. മടിയിൽ കാനുള്ളതുകൊണ്ടാണ് കേട്ടാണ്ടല്ലോ. PP ദിവ്യ എന്ന് കേട്ടാലേ മലയാളിയുടെ ടെമ്പർ തെറ്റും. അമ്മാതിരി പണികളാണല്ലോ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് വല്ല കൂസലുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ചേച്ചി അങ്ങ് സജീവമാ. ഒരു മനുഷ്യനെ കൊന്ന കേസിൽ പ്രതിയാണ്, പ്രതിപട്ടികയിലുള്ള ആളാണ്. ചേച്ചി ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് ചേച്ചി ഇന്ന് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തായിരുന്നല്ലേ? കുറെ ദിവസമായിരുന്നു അപ്ഡേറ്റ്. എന്നും മറ്റേ പാർട്ടി തരം താഴ്ത്തി എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിക്കെതിരെ നടപടി എടുത്തു. പക്ഷെ കണ്ണൂരിലെ എല്ലാ CPM പരിപാടികളുടെ വേദികളിലും ചേച്ചിയുടെ തല ചേച്ചിയുടെ ഫുൾ ഫിഗർ, ചേച്ചിയുടെ തല ചേച്ചിയുടെ ഫുൾ ഫിഗർ. നടപടിയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? കണ്ണടി എന്ത് ചേച്ചി? കണ്ണുകടിയല്ല, ചേച്ചി തുള്ളി വരികയാണ്. തെറ്റ് ചെയ്തിട്ടില്ലാത്ത കോൺഫിഡൻസ് കൊണ്ടാണ് ചേച്ചി എല്ലാത്തിലും പങ്കെടുക്കുന്നത്. അതെ അതെ അതെ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളത് എത്ര കാലമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് നമ്മള് കണ്ടായിരുന്നു. ഈ മുഹമ്മദ് ഷമ്മാസ് പറയുന്നത് ചേച്ചിയുടെ ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മള് കണ്ടായിരുന്നു. CBI വരുന്നെന്ന് കേട്ടപ്പോഴേ വിറച്ച് താഴെ വീണ് പോലീസായിരുന്നു അവസാനം മറ്റേ ആശുപത്രിയിൽ എടുത്തോണ്ട് പോയി ഗ്ലൂക്കോസും വെള്ളം കൊടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് CBI പേടിയില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ എല്ലാ പരിപാടിയിലും പങ്കെടുത്തോണ്ടിരിക്കുന്നത്. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത? അല്ല, അതിന് മുമ്പ് വരെ CBI വരും എന്ന് കേട്ടപ്പോഴുള്ള ചേച്ചിയുടെ ഒരു വെപ്രാളവേ അത് കേരളം കണ്ടായിരുന്നു. ആ സമയത്തൊന്നും ചേച്ചിയെ പൊതുമധ്യത്തിൽ ഇതുകൂട്ട് സോഷ്യൽ മീഡിയയിലൊന്നും കാണാനേ ഇല്ലായിരുന്നു. പക്ഷേ ഹൈക്കോടതി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചേച്ചി സജീവമായി തുടങ്ങിയത്. അത് ഇതുവരെ തീരുമാനമായില്ല, കോടതിയിൽ ഇരിക്കുകയല്ലേ. കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കൂലേ? ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനം പറയും? അതിന് പേടിയില്ലേ? പേടിയില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ അതിന്റെ ഉള്ളറകളിലേക്ക് പോയി എനിക്ക് ചൊറിഞ്ഞു വരും. കാര്യം എന്താണെന്നറിയാമോ? മറ്റേ ആ വക്കീൽ ഉൾപ്പെടെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചതിച്ച കഥകളൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടല്ലോ. കൂടുതൽ പണയാൻ നിൽക്കല്ലേ. മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞതില് ഗുരുതരമായ ആരോപണങ്ങൾ, ചെറിയ ആരോപണങ്ങളൊന്നുമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ. ഇടപാടുകൾ ചേച്ചിക്കും ചേച്ചിയുടെ കെട്ടിയോനും ഉണ്ടെന്ന്. പെണ്ണും പിള്ളയും കെട്ടിയോനും കണക്കാണെന്ന ചക്കികഥ ചങ്കരൻ. ചേച്ചിയുടെ മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഈ മിണ്ടാത്തേന്ന് ഷമ്മാസ് പറയുന്നത്. ഞങ്ങളുടെ മടിയിൽ കനമില്ല. അല്ല, പിന്നെ ചേച്ചിയുടെ മടിയിൽ കനമില്ലാത്തോണ്ടായിരുന്നോ? ഞങ്ങളുടെ മടിയിൽ കനമില്ല. അതെ ഇവരുടെ മുഖ്യന് എഴുന്നേറ്റിതാ നിയമസഭയിൽ ഇപ്പൊ ഒരു 500 തവണയെങ്കിലും പറഞ്ഞു കാണും എന്റെ മടിയിൽ കനവില്ല, എനിക്ക് ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ലാവ്ലിൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഡൽഹിക്ക് ഓടും. മാറ്റി വെക്കണേ, ഒന്ന് മാറ്റി വെക്കണേ, മാറ്റി വെക്കൂ മഹാമതേ ലാവ്ലിൻ, മാറ്റി വെക്കൂ ഗുണനീതേ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ കാൽക്കൽ ചെന്ന് വീഴും. സാഷ്ടാംഗ പ്രണാമം. എന്നിട്ട് അവിടെ നീങ്ങി വന്നിട്ട് പറയും സുപ്രീം കോടതിയെ ഞങ്ങൾക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുമോ?
സുപ്രീം കോടതിയിലല്ല അവന് കേസ് മാറ്റി വെക്കുന്നത്. സുപ്രീം കോടതി അപ്പൊ ഞങ്ങള് സുപ്രീം കോടതി ഞങ്ങളുടെ കീഴിലാണെന്നാണോ പറഞ്ഞു പറഞ്ഞത്? സുപ്രീം കോടതി നിങ്ങള് ലോകായുക്തക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ട് വീഴ്ത്തിയ ആൾക്കാരല്ലേടോ നിങ്ങള്? സുപ്രീം കോടതി ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് വീഴ്ത്താൻ പറ്റുമോ? അണ്ടിപ്പരിപ്പായിരുന്നോടോ ഈന്തപ്പഴമായിരുന്നോടോ എന്തുവായിരുന്നോടോ കൊടുത്തത്? എനിക്ക് ഓർമ്മയില്ല. ഈന്തപ്പഴമായിരിക്കും. ഈന്തപ്പഴമായിരിക്കും. മറ്റേ ഈ സമയത്തായിരുന്നു കൊടുത്തത്. അപ്പൊ സുപ്രീം കോടതി ഞങ്ങൾ ഈന്തപ്പഴം കൊടുത്ത് വേറെ എന്തെങ്കിലും ബിൽറ്റ് കൊടുത്തോന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൊള്ളാം, സുപ്രീം കോടതിനെ. സുപ്രീം കോടതിനെ മനസ്സിലായി, സുപ്രീം കോടതി. എന്തായാലും ഞങ്ങളുടെ മടിയിൽ കനമില്ല, അതാണ് ഞങ്ങൾക്ക് പേടിയില്ലാത്തത്. ഞങ്ങൾ എന്ത് വന്നാലും നെഞ്ചു വിരിച്ച് നേരിടും. പിന്നെ ചേച്ചി അന്നേ വ്യക്തമാക്കിയായിരുന്നു ഈ ചേച്ചിക്കെതിരെ അനാവശ്യമായിട്ട് ഇങ്ങനെ പറയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമഡി അതല്ല, മുഹമ്മദ് ഷമാസ് വന്ന ആദ്യം ഈ വെടി പൊട്ടിച്ചായിരുന്നല്ലോ. അതായത് ദിവ്യക്കും പണത്താവിലും മറ്റേ ബിനാമി ഇടപാടുകൾ ഉണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. കഴിഞ്ഞ 3 മാസം അതല്ലേ കാന്തല്ലൂരിൽ ചേച്ചി മറ്റേ ക്യാരറ്റ് വിളവെടുപ്പ് നടത്തുന്നതിന്റെ ഇതിന്റെ അനധികൃത ഇതിന്റെ ബിനാമി ഇടപാടിലുള്ള മറ്റേ പറയട്ടെ അതാ ഇതിന്റെ ബിനാമി ഇടപാടിലുള്ള എന്തോ ആ സ്ഥാനത്തിന് പറയുന്നത് വേറെന്തോന്നാണോ തോട്ടമല്ലെന്ന്. ഇതിന്റെ ബിനാമി ഇടപാടിലുള്ള തോട്ടം അല്ല കേട്ടോ, ആക്കി ഒരു പറച്ചില്. അതിന്റെ തൊട്ട് താഴെയായിരുന്നു വന്നൊരു കീച്ചങ്ങോട്ട് കീച്ചത്. മുഹമ്മദ് ഷമാസെ അനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നെയും എന്റെ പണത്താവിനെയും പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട, അമ്മയാണ് എന്നെ തൂക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കേസ് കൊടുത്തു. അത് കഴിഞ്ഞ 3 മാസമായിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ചേച്ചിക്കെതിരെ അനാവശ്യ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമി റിസോർട്ടും ഉണ്ടെന്ന്, സ്വന്തമായി ഉണ്ടെന്നൊക്കെ എന്തോന്ന് പറഞ്ഞുകൊണ്ടത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി ആരെന്ന് വിചാരം? അയ്യോ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മറ്റേ MV ഗോവിന്ദനും ഉൾപ്പെടെ MV ഗോവിന്ദൻ, ജയരാജന്മാര്, അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം PK ശ്രീമതി ഒക്കെ കൂടെ ദിവ്യക്ക് വേണ്ടി കരഞ്ഞൊലിപ്പിക്കുന്നത് അവരുടെ കുഞ്ഞമ്മയുടെ മോളാണോ? അത് പിന്നെ ഞങ്ങളുടെ മടിയിൽ കനമില്ല, ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ സപ്പോർട്ടായിട്ട് പോയത്. പിന്നെ ഇങ്ങനെ പറയുന്നവരെയൊക്കെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. കായികപരമായും ഞങ്ങൾ നേരിടും. രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കായികപരമായിട്ട് നേരിടാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഞങ്ങൾ. കോടതി കേസുണ്ട്. ഞങ്ങള് ഇത് നിയമപരമായിട്ട് തന്നെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് നേരിടും. അതിന് കുറച്ച് സമയം എടുത്തെന്നിരിക്കും. ആ ചേച്ചിയുടെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമാസ് തെളിയിക്കണം. തെളിയിക്കാതെ വിടില്ല. ഇല്ലെങ്കിൽ നിയമ നടപടി ഷമാസിനെതിരെ സ്വീകരിക്കും. കൊടുക്കടോ കേസ്? അത് ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ കൊടുക്കും. ഞങ്ങൾ കൊടുക്കും. ഒട്ടിക്കും. നിങ്ങൾ നാളായിട്ട് പണയുന്നല്ലോ, കൊണ്ട് കൊടുത്തുകൂടെ? ഷമാസിനെടുത്ത് അകത്തോട്ട് അങ്ങ് ഇടണം. ഷമാസ് എന്താണ് ചെയ്യുന്നത്? പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് വിളമ്പുന്നു, അത്രയല്ലേ ചെയ്യുന്നുള്ളൂ. പഴയ ആരോപണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടുത്ത കാലത്താണല്ലോ ദിവ്യ ചേച്ചിയുമായി ബന്ധപ്പെട്ട എല്ലാം പുറത്തേക്ക് വന്നത്, നവീൻ ബാബു വിഷയത്തിൽ. എന്നാ പിന്നെ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ ആ പാലക്കയം തട്ടിലെ 14 ഏക്കർ ഭൂമി റിസോർട്ടും ഭർത്താവിന് പേരിലെ ബെനാമി പെട്രോൾ പമ്പും ഒന്നും തെളിയിച്ചൊന്നിട്ട് തെളിയിക്ക്. അതൊന്ന് തെളിയിക്ക്, എവിടെയും തെളിയിക്കും അങ്ങോട്ട്. എന്നിട്ട് മതി പുതിയ ആരോപണം കൊണ്ട് വരുന്നത്. വ്യാജ പ്രചാരണം. നിയമമായിട്ട് മുന്നോട്ട് പോകുന്ന നടപടിയായിട്ട്. ചേച്ചിക്ക് പക്ഷെ എന്താ ഇത് പറയണ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഫോണില്ലല്ലോ നിയമം. അതാ നമുക്ക് ചോദിക്കാനല്ലോ, എന്തുകൊണ്ട് പോകുന്നില്ലടേ അങ്ങോട്ട്? അത് പിന്നെ ഒരു കേസിൽ നമ്മൾ നിക്കണോണ്ട് ആയിരിക്കുമല്ലേ. മറ്റേ മേഡം പെൻഷൻ കൊടുക്കാത്തതിന് സർക്കാരിനെയും നിങ്ങളുടെ CPM-നെ എല്ലാരെയും കൂടെ എടുത്തിട്ട് മറ്റേ ചവിട്ടിക്കൂട്ടിയ ആ അമ്മച്ചിയുടെ പേരെന്തോന്നിരുന്നത്? അതല്ല, ഇവര് പറയുന്ന മറ്റേ പാലക്കായത്തെ 14 ഏക്കർ ഉണ്ടെന്ന് ഇപ്പൊ ദിവ്യേച്ചിയുടെ പേരിലുണ്ടെ തെളിയിക്കണമെന്നായിരുന്നു. നമ്മള് മറിയക്കുട്ടി അമ്മച്ചിയുടെ നിങ്ങൾ 200 ഏക്കർ തെളിയിച്ചു കൊടുക്കുവോടോ? 200 ഏക്കറിൽ താമസിക്കുന്ന അമ്മച്ചിക്ക് 200 ഏക്കർ സ്ഥലം, അതാ കോളനിയുടെ പേരാ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവരുടെ ദേശാഭിമാനി ചാടി എഴുന്നേറ്റിട്ട് അമ്മച്ചിക്ക് 200 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് ഓർമ്മിപ്പിക്കണോ? അതൊന്ന് തെളിയിക്കാമോ? അത് ഇടുക്കിയിലെ സംഭവമല്ലേ, ഇത് കണ്ണൂരിലെ സംഭവം. ഇടുക്കിനെ പറയുമ്പോ കണ്ണൂർ പറയരുത്, പറയാൻ പാടില്ല. ഇടയ്ക്ക് നിങ്ങൾ വേറെ ജില്ല കയറ്റരുത്. ഇവർക്ക് കൺഫ്യൂഷൻ വരും. എല്ലാ ജില്ലയിലും ഇവർക്ക് പ്രശ്നമുണ്ടല്ലോ. അതെ, ഞങ്ങൾക്ക് മാത്രമല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ, വേറെ ആർക്കൂടെ പ്രശ്നമില്ല. പ്രശ്നമില്ലാത്തവര് ഞങ്ങൾ മാത്രമേ പ്രശ്നം നേരിടുന്നുള്ളൂ. ഇവിടെ ദിവ്യ കാര്യം പറയുമ്പോഴേക്കും മറ്റേ പെൻഷന്റെ എടുത്തോണ്ട് പറഞ്ഞതിനെ എല്ലാം പറയണമല്ലോ. നമ്മള് പറയുമ്പോ തെളിയിക്കുക പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞ കുറെ കാര്യങ്ങളോട് നമ്മൾ പറയണമല്ലോ. അത് പിന്നെ ഒരു ഓർമ്മപ്പെടുത്തും. നന്നായി ഓർമ്മിപ്പിച്ചത്. ഓരോന്ന് അവിടെ ഇവിടെ ഒന്നും ഉണ്ടാക്കിക്കും. നിങ്ങളുടെ മറ്റേ ദിവ്യക്കെതിരെ ഞങ്ങൾ തരം താഴ്ത്തി. പഞ്ചായത്ത് ഓഫീസിൽ ചേച്ചിയാ ഭരണമെന്ന് കേൾക്കുന്നല്ലോ. അത് കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇതുവരെ തെളിയിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. പുതിയ പഞ്ചായത്ത് മുണ്ടിട്ട് നിങ്ങളെ ഏച്ചി പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെല്ലുന്നെന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല.
അവിടെ ഞങ്ങൾ പഞ്ചായത്ത് നല്ല ശക്തനായ ഒരു സഖാവിനെ തന്നെ ഞങ്ങൾ ആ സ്ഥാനത്ത് അവൾ ഇരുത്തിയിട്ടുണ്ട്. ഇനിയും ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ അങ്ങനെ കിടക്കേണ്ടവളല്ല. പി കെ ശ്രീമതിയുടെ ആ കരച്ചില്, അത് കരഞ്ഞു കഴിഞ്ഞില്ലേ, കണ്ണീര് പറ്റിയല്ലോ. എങ്ങനെ പറയാതിരിക്കും? പി പി ദിവ്യ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ അങ്ങ് പെരുവരലെന്ന് വരുമല്ലോ. വീണ്ടും പഴയതൊന്നും എടുത്ത് കുത്തിപ്പൊക്കിയിടണ്ട. എന്നാ പുതിയ ഫ്രഷ് ആയിട്ടുള്ളത് അതന്നെ ഷമ്മാസിനെ നിയമപരമായിട്ട് ചേച്ചി നേരിടും. നോക്കിക്കോ, കേസ് കൊടുക്കും, നോക്കിക്കോ, നിയമപരമായിട്ട് നേരിടും. തെളിയിപ്പിച്ചിട്ടേ വിടുള്ളൂ. ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എടോ കേസ് കൊടുക്കാൻ വേണേടാ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കൊടുക്കെന്ന് പറയാതെ. അത് എന്നിട്ട് ഈ മുഹമ്മദ് ഷമാസ് തന്നെ ചോദിക്കുന്നത് പി പി ദിവ്യ പറഞ്ഞല്ലേ എനിക്കെതിരെ നടപടി ഉണ്ടാക്കുന്നു, എന്നിട്ട് എന്താ ഉണ്ടാക്കാത്തത്? അത് മടിയിൽ ഉണ്ടോ പിള്ളേച്ച? നാട്ടുകാർ വരെ മുണ്ട് നോക്കി കാണിച്ചു തുടങ്ങി കേട്ടോ. ചേച്ചിയോട് പറ ഇനിയെങ്കിലും ഒരു കേസ്, പേരിനേലും ഒരു കേസ്. ഞാൻ പോയി മറ്റേ സ്വപ്ന സുരേഷ് കേസെടുക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെ കേസെടുക്ക്. നിങ്ങൾ കേസെടുപ്പിക്കും. എന്നിട്ട് ഇവിടെ പിണറായിക്കും കേസ് കൊടുക്കണ്ട, ഗോവിന്ദനും കേസ് കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. ഗോവിന്ദ മാഷു കേസ് കൊടുത്തല്ലോ. മറ്റേ അവസാനം മറ്റേ കേട്ടപ്പോ മുഖ്യം കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം ഒരു കേസ്, മാനനഷ്ട കേസ് കൊടുത്തല്ലോ. മാനം ഇല്ലാത്ത നിങ്ങൾക്ക് എന്തിനാടോ മാനനഷ്ട കേസ്? ഞങ്ങൾക്ക് മാനനഷ്ടമോ കൊടുക്കാൻ പോകുന്നത്? ഓ ചേച്ചി വന്നിരുന്നത് എല്ലാരും ചേച്ചിയുടെ കുടുംബത്തിനെതിരെ പറഞ്ഞാ ഇതാക്കുമെന്ന് പറഞ്ഞു. അയ്യോ, നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ മാനം ഉള്ളോടോ? അല്ല, നിങ്ങളുടെ ഈ CPM കാരുടെ കുടുംബത്തിനൊക്കെ മാത്രമേ മാനം ഉള്ളോ? എല്ലാവരും ഒരു കുടുംബത്തിൽ യോഗത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ഒരാവശ്യവും ഇല്ലാതെ ഒരു പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ഒരു മനുഷ്യനെ അങ്ങേയറ്റം ആക്ഷേപിച്ചതും പോരാ, ആ മനുഷ്യനും നാണവും മാനവും ഒക്കെ ഉണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു, ആത്മാഭിമാനം. നിങ്ങൾക്കില്ലാത്ത സാധനം ആത്മാഭിമാനം. എഴുതി വെക്കേ. നിങ്ങൾക്കില്ലാത്ത സാധനം ഞങ്ങൾക്കുണ്ടത്. നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനു കോടതി തള്ളിയത്? CBI അന്വേഷണം വേണ്ടെന്ന് കോടതി പറഞ്ഞു. തീർന്നിട്ടില്ലല്ലോ. അത് മുകളിലോട്ട് പോയല്ലേ. ആദ്യത്തെ കോടതി തള്ളിയത്, ആദ്യത്തെ കോടതി തള്ളിയത് സിംഗിൾ ബെഞ്ച് എന്തിനു തള്ളി? അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. സിംഗിൾ ബെഞ്ച് എന്തിനു തള്ളി? ആവശ്യമില്ലാത്ത സിംഗിൾ ബെഞ്ചേ തള്ളിയിട്ടുള്ളൂ. അവരെന്തിനു തള്ളി? അവരെന്തിനു തള്ളി? അവരോട് പോയി ചോദിക്കടോ, നിങ്ങൾ എന്തിനു തള്ളിയെന്ന്. അത് കഴമ്പില്ല, ആരോപണങ്ങൾ കഴമ്പില്ല. ഒപ്പിട്ടവൻ എനിക്ക് 2 ഒപ്പം ഉണ്ടെന്ന്, അവന് 2 തന്ത ഉണ്ടെന്ന് പറയുന്ന പോലല്ലേ എനിക്ക് 2 ഒപ്പം ഉണ്ട്. ഇപ്പോഴത്തെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവർ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിലായതുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത്. അതെ, ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കോടതി തന്നെ പറഞ്ഞു വെച്ചു. ഇനി ഡിവിഷൻ ബെഞ്ചും അത് തന്നെ. ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കോടതി എപ്പോ പറഞ്ഞു? അതായത് ഈ അദ്ദേഹത്തിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കഴമ്പില്ലെന്ന്. അതായത് അന്വേഷണം നല്ല മോശപ്പെട്ടു പോകും അല്ലെങ്കിൽ വഴിതെറ്റി പോകും എന്ന് പറഞ്ഞ ആരോപണങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അത് മാത്രമല്ല മേൽനോട്ടത്തിന് മറ്റൊരാളെ അതെ. ഞങ്ങൾ സർക്കാരിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈസ് വെരി പെർഫെക്റ്റ്. ആ കപ്പലണ്ടി നിന്നോണ്ടിരിക്കുക. ഇതുപോലെയുള്ള ദിവ്യയോട് കേസ് കൊടുക്കാം. ഒപ്റ്റിമിസം ദിവ്യയോട് കേസ് കൊടുക്കാൻ പറ. എന്നിട്ട് നിങ്ങൾ വന്ന് ഇന്ന് കുറച്ചാൽ മതി. ചേച്ചി കൊടുക്കും പറഞ്ഞു. അത് ചേച്ചി പറഞ്ഞിട്ട് എത്ര മാസമായി? കുറെ മാസമായില്ലേ? കൊടുക്കാൻ പറയട്ടോ. മാസങ്ങൾ കുറെ ആയി. ഇപ്പൊ വീണ്ടും മുഹമ്മദ് ഷമാസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഉറപ്പായിട്ട് ഇനിയിപ്പോ ചേച്ചി വീണ്ടും പറയും ഞാൻ കേസ് കൊടുക്കും. എന്നിട്ട് 3 മാസം വീണ്ടും കഴിയുമ്പോഴത്തേക്ക് മുഹമ്മദ് ഷമാസ് അടുത്തത് കൊണ്ടുവരും. ഞങ്ങൾ നേരിടും, നിയമപരമായിട്ട് നേരിടും. ഞങ്ങളുടെ മടി കനമില്ല, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. അത് ആര് വന്നാലും പഴയ ആരോപണം കൊണ്ട് പുതിയ കുപ്പിയിൽ നിറച്ചുകൊണ്ടാലും ഞങ്ങൾ നേരിടും. ഞാൻ ചേച്ചി കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോന്ന് നോക്കിട്ട് വരാം. ഇന്നെങ്ങാനും കൊടുക്കുമെന്തോ, എപ്പൊ കൊടുക്കുമെന്തോ എനിക്ക് കേട്ടോ. അല്ലെ നിങ്ങൾ ക്യാപ്സൂൾ ഇറക്കി നിങ്ങൾ മരിക്കും. സത്യം. അത് തന്നെ നൈറ്റ് ഡ്യൂട്ടിയാ ക്യാപ്സൂൾ ഉണ്ടാക്കാനായിട്ട്. അൽക്കേടെ മൂട് ധാർഷ്ട്യ അഹങ്കാരം കണ്ടാല്